എൻ്റെ ആരോഗ്യം നഷ്ടമായി പാസ്റ്റർ, എനിക്ക് സമ്പാദിക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതം താളം തെറ്റിപ്പോയി പാസ്റ്റർ, എൻ്റെ ടൈം കഴിഞ്ഞു പോയി, അയ്യോ യാമൻ എനിക്ക് വളരേണ്ട സമയത്ത് വളരാൻ കഴിഞ്ഞില്ല, ടൈം തീർന്നുപോയി. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഇല്ല, നഷ്ടപ്പെട്ടതിന് എന്തിന്? അടുത്ത ഒരു സെക്കൻഡ് ബാക്കിയില്ലേ, ആ സെക്കൻഡ് സൂചി കയറുന്നതിനിടയിൽ എൻ്റെ ദൈവം അബ്രഹാമേ, ആരും കാണാത്ത, ആരും ചിന്തിക്കാത്ത, ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നാത്ത പുതിയ വഴി കല്ലറക്കകത്ത് വ്യാപരിച്ചതുപോലെ അവസാനത്തെ സെക്കൻഡിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കാണുന്ന മലകളിലൊക്കെ തൻ്റെ കണ്ണുയർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്ക് ഈ മലയിൽ നിന്ന് സഹായം വരുമോ? പക്ഷെ എൻ്റെ ടൈം വന്നാൽ, എൻ്റെ സമയം വന്നാൽ, എൻ്റെ ടൈം വന്നാൽ ഞാൻ മരിക്കാൻ പോകുന്നില്ല, എനിക്ക് ഒരു സഹായകനുണ്ട്. ആരും കാണാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും, ആരും കേൾക്കാത്തത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കും. Amen. Jesus. ദൈവമക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, നല്ലൊരു ദൈവഭക്തനൊരു പ്രത്യേകതയുണ്ട്. ചെറിയ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ കയറെടുക്കാൻ ഓടില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ വിഷക്കുപ്പി തിരഞ്ഞവൻ പോകത്തില്ല. പിന്നെ അവൻ എന്ത് ചെയ്യും? പ്രത്യാശയോട് ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയിട്ട് പറയും, എനിക്കൊരു സഹായം വരുന്നുണ്ട്. എല്ലാ വാതിലുകളും മുൻപിൽ അടഞ്ഞു കിടക്കപ്പെടുമ്പോൾ തട്ടി വിളിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ സകല വാതിലുകളും എൻ്റെ മുൻപിൽ കൊട്ടി അടയപ്പെടുമ്പോൾ നല്ലൊരു ദൈവഭക്തൻ പറയും, എനിക്കൊരു സഹായം വരുന്നുണ്ട്. അത് ഈ മണ്ണിൽ നിന്നല്ല, അങ്ങ് വെണ്ണില്ലെന്ന്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? തൻ്റെ മുൻപിൽ കാണുന്ന മലകളിലേക്ക് നോക്കിയിട്ട് പല മലകളെ നോക്കി താൻ ചോദിക്കുകയാണ്, എനിക്ക് സഹായം വരുമോ? കാണുന്ന മലകളിലൊക്കെ തൻ്റെ കണ്ണുയർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്ക് ഈ മലയിൽ നിന്ന് സഹായം വരുമോ? അവിടെ നിന്ന് സഹായം വരാതിരുന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തെ മലയിലേക്ക് നോക്കി താൻ ചോദിക്കുന്നു, ഈ മലയിൽ നിന്ന് എനിക്ക് സഹായം വരുമോ? എല്ലാ മലകളും ശില മാത്രമായി മിണ്ടാതെ നിന്നപ്പോൾ അടുത്ത വാക്യത്തിൽ താൻ പറയുന്നു, എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയല്ല, അതിനും ഉയരത്തിലേക്ക് ഉയർത്തി. മലകളിലേക്ക് നോക്കിയവൻ പൊട്ടി പൊട്ടി കരഞ്ഞു, എനിക്ക് സഹായിപ്പാൻ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അതിന് മുകളിലേക്ക് കണ്ണുകളെ ഉയർത്തിയിട്ട് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മലകളിൽ നിന്നല്ല എനിക്ക് സഹായം വരുന്നത്, എനിക്ക് സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് എൻ്റെ സഹായം വരികയാണ്. ഓ, നിങ്ങൾ ആശ്രയിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം വന്നില്ലായിരിക്കാം, നിങ്ങൾ തട്ടി വിളിച്ചവരിൽ നിന്ന് വാതിലുകളെല്ലാം അവർ അടച്ചിട്ട് മഴിമാറി പോയിരിക്കാം, പക്ഷെ നിനക്കൊരു സഹായകനുണ്ട്. മലകളിലേക്ക് നോക്കുന്നവൻ കരയാനേ കഴിയത്തുള്ളൂ. മാറി മാറി നോക്കിയവൻ മലകളിൽ നോക്കി നോക്കി പൊട്ടിക്കരഞ്ഞു. പക്ഷെ അടുത്ത പദം പറയുന്നു, ഈ മലയെയും സൃഷ്ടിച്ച ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് എനിക്ക് സഹായം വരികയാണ്. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ഭയമില്ലെന്ന്. വീട് നാളെ നിൻ്റെ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴും അതേ ആ വീടിൻ്റെ ഉടമസ്ഥൻ ചിരിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ആരാധിക്കുന്നു. കോടിക്കണക്കിന് രൂപ അത് കടഭാരമുള്ളവൻ ആലയത്തിൻ്റെ അകത്ത് വന്ന് ചിരിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ചോദിക്ക്, എന്തേ നാളെ വീട് ജപ്തിയല്ലേ, ഇത്ര വലിയ കുടിശ്ശിക അടയ്ക്കാനില്ലേ? താങ്കൾക്ക് ഭയമില്ലേ? അദ്ദേഹം പറയുക, ഒരു ദിവസം കൂടെ ബാലൻസ് കിടക്കുമല്ലേ, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കും. കല്ലറക്കകത്ത് വ്യാപരിച്ചതുപോലെ അവസാനത്തെ സെക്കൻഡിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം, ആരും കാണാത്ത,
ആരും ചിന്തിക്കാത്ത, ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നാത്ത പുതിയ വഴി. അത് ചെങ്കടലിനെ പുലർന്നിട്ടാണേലും നിങ്ങൾക്കറിയാവോ, നമുക്ക് വന്ന അതേ പ്രശ്നം, അതേ കടഭാരം, അതേ നിന്ന, അതേ ദുഃഖം മറ്റൊരുത്തന് വന്നപ്പോൾ അവനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ പോയി ആറ്റിൽ ചാടി ചത്തു. പലരും ഓടുന്ന ട്രെയിനിൽ തലവെച്ചു മരിച്ചു. പലരും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തു. പലരും ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം കുടുംബമായി അവസാനിപ്പിച്ചു. പക്ഷേ അതിൻ്റെ നടുവിലും അതേ പ്രശ്നമുള്ള ദൈവ പൈതൽ പറയുന്നു, ഞാൻ മരിപ്പാൻ പോകുന്നില്ല, എനിക്ക് ഒരു സഹായകനുണ്ട്. ഒരു ദിവസം കൂടെ ബാക്കിയില്ലേ? എന്തിന്? അടുത്ത ഒരു സെക്കൻഡ് ബാക്കിയില്ലേ? ആ സെക്കൻഡ് സൂചി കയറുന്നതിനിടയിൽ എൻ്റെ ദൈവം, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. വാളിനും മകനും ഇടയിൽ ഒരു ദൈവ ശബ്ദം കേൾക്കുകയാണ്. റൈറ്റ് ടൈമിൽ എൻ്റെ ദൈവം എന്തേലും ചെയ്താൽ അത് അസാധാരണമായിരിക്കും. ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് സാധാരണമായി ഒന്നും പ്രതീക്ഷിക്കരുത്. അസാധാരണമായത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. ഒരു സെക്കൻഡ് കൂടെ ഉണ്ടല്ലോ, അവസാനത്തെ ഒരു സെക്കൻഡ് കൂടെ മതി. ഈ അബ്രഹാം വാളെടുത്ത് തൻ്റെ മകനെ വെട്ടിയെറുക്കാൻ വയോവൃദ്ധനായ മനുഷ്യൻ ദൈവവാ പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. വിറകടുക്കി വിറകിൻ്റെ മുകളിൽ താൻ സ്നേഹിക്കുന്ന പ്രാണന തുല്യം സ്നേഹിക്കുന്ന മകനെ കിടത്തിയിട്ട്, ഹൃദയം, ഒരപ്പൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അവൻ വാളെടുത്തു. മകനെ വെട്ടാൻ ഓങ്ങുന്ന നേരം എൻ്റെ ദൈവം മിണ്ടാതിരുന്നെന്നല്ല, എൻ്റെ ദൈവം കണ്ണടച്ചെന്നല്ല, എൻ്റെ ദൈവം മാറിയിരുന്ന് കരം കൊട്ടി ചിരിച്ചെന്നല്ല. വേദപുസ്തകം പറയുന്നു, അവൻ വാളോങ്ങി ഒരേ ഒരു സെക്കൻഡ് മാത്രം ശേഷിക്കുമ്പോൾ, അവസാനത്തെ ഒരു സെക്കൻഡ് മാത്രം ശേഷിക്കുമ്പോൾ ഒരു ദൈവ ശബ്ദം കേൾക്കുകയാണ്, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. അവൻ തിരിഞ്ഞു നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, യഹോവ ഇരേ, ആരും കാണാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. ആരും കേൾക്കാത്തത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കും. അവസാനത്തെ ഒരു സെക്കൻഡ് കൂടെ ഇല്ലേ? അവസാനത്തെ ഒരു നിമിഷം കൂടെ ഇല്ലേ? ധൈര്യമായിരിക്കെ, ധൈര്യമായിരിക്കെ. ആ സെക്കൻഡ് മതി. എൻ്റെ ദൈവത്തിന് പ്രത്യേകത, ഒരു സെക്കൻഡ് നേരത്തെ ഒരു അത്ഭുതം ദൈവം ചെയ്യത്തില്ല, എന്നാൽ ഒരു സെക്കൻഡ് താമസിച്ച് ദൈവം ചെയ്യത്തില്ല. പത്രോസ് വെള്ളത്തിൽ മുങ്ങി താണ് കഴുത്തോളം മൂക്കോളം അവൻ താഴാൻ തുടങ്ങിയപ്പോൾ ഒരു കരമെത്തിയങ്ങ് പിടിച്ചു. അവൻ ചത്തില്ല, അവൻ ചത്തില്ല. ദൈവത്തിൻ്റെ സമയം തെറ്റത്തില്ല. ദൈവ പൈതലേ, പലപ്പോഴും നമ്മൾ പറയും, കർത്താവേ, എന്നാലും ആ സമയത്ത് എനിക്ക് ആ അത്ഭുതം നടന്നിരുന്നെങ്കിൽ, ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകത്തില്ലായിരുന്നല്ലോ. പലരും പറയുന്നു, ദൈവദാസന് അന്ന് ആ സമയത്ത് എനിക്ക് ആ പ്രതിസന്ധി ഒന്ന് മാറിയിരുന്നു, അത് വരാതിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് ഇങ്ങനെ ആകത്തില്ലായിരുന്നല്ലോ. ദൈവ പൈതലേ, ഹാമൻ മറിയുമെന്ന് പറയുന്നു, എന്തേലും ചെയ്യണം, വീഞ്ഞു തീർന്നു പോയി. യേശുവിൻ്റെ മറുപടി, എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ ടൈം വന്നിട്ടില്ല, എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞാ, ഓ, വീഞ്ഞ് തീർന്നത് ശരിയാണ്, അതെ, ശൂന്യത വന്നത് ശരിയാണ്, പക്ഷെ എൻ്റെ ടൈം വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ടൈം വന്നാൽ, എൻ്റെ സമയം വന്നാൽ, എൻ്റെ ടൈം വന്നാൽ, പച്ചവെള്ളത്തിൻ്റെ നിറം മാറാതെ അതിൻ്റെ ഗുണം മാറുകയാണ്. കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കാത്തിരിപ്പ് നഷ്ടമല്ല. നമുക്ക് തോന്നും, നഷ്ടപ്പെട്ടു പോയല്ലോ, ഈ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ ആ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ,
എന്നാൽ വേദപുസ്തകം പറയും, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരും. ആരൊക്കെ പറയുന്നു, 1 വർഷമായി പാസ്റ്റർ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ആ ആക്സിഡന്റ് എന്നെ തകർത്ത് കളഞ്ഞു. ആരൊക്കെ പറയുന്നു, ദൈവദാസനെ എനിക്ക് ആ ടൈം ഉപയോഗിക്കാൻ പറ്റിയില്ല. അന്ന് എൻ്റെ ലൈഫിൽ അങ്ങനൊന്നും വരാതിരുന്നെങ്കിൽ അന്ന് കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കാമായിരുന്നു. ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരത്തില്ല. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നഷ്ടമായി പോയ സംവത്സരങ്ങൾ, ടൈമിനെ ദൈവം മടക്കി നൽകും. നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വീഞ്ഞ് അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റിയിൽ വരണമെങ്കിൽ കുറഞ്ഞത് 10 വർഷം, മിനിമം 1 വർഷമെങ്കിൽ വേണം. പക്ഷേ ആ ടൈമിൽ പച്ചവെള്ളം കോരിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നു, എവിടെ ഒളിപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് അത് കിട്ടുന്ന ഗുണം, 10 വർഷം കൊണ്ട് അത് വീഞ്ഞിന് കിട്ടുന്ന വീര്യം ഒറ്റ സെക്കൻഡിൽ കിട്ടി എന്ന് പറഞ്ഞാൽ 10 വർഷം നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്നു, 10 വർഷം നഷ്ടപ്പെട്ടതിന് 1 സെക്കൻഡ് കൊണ്ട് ദൈവം മടക്കി തരും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ ആരോഗ്യം നഷ്ടമായി പാസ്റ്റർ, എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതം താളം തെറ്റിപ്പോയി പാസ്റ്റർ, എൻ്റെ ടൈം കഴിഞ്ഞു പോയി. അയ്യോ യാമൻ, എനിക്ക് വളരേണ്ടുന്ന സമയത്ത് വളരാൻ കഴിഞ്ഞില്ല, ടൈം തീർന്നുപോയി. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഇല്ല, നഷ്ടപ്പെട്ടതിനെ എൻ്റെ ദൈവം മടക്കി തരും. ആര് സഹായിക്കുമെന്നുള്ള ഭീതി എനിക്കില്ല, ആര് സംരക്ഷിക്കുമെന്നുള്ള ഭീതി എനിക്കില്ല. ഒന്നും കണ്ടിട്ടല്ല എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം. ഇയ്യോബിനെല്ലാം നഷ്ടപ്പെട്ടിരുന്നപ്പോഴേ എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി. ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറഞ്ഞ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പിറന്നു വീണപ്പോൾ നാണം മറയ്ക്കാൻ ഒരു കീറ തുണി പോലും കൊണ്ടുവന്നില്ല. ഈ ഭൂമിയിൽ വന്നതിന് ശേഷം എല്ലാം ദൈവം തന്നു. ഞാനും നിങ്ങളും പിറന്നു വീണപ്പോഴും നാണം മറയ്ക്കാൻ ഒരു കീറ തുണിയും കൊണ്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നേ. ഒന്നുമില്ലാത്തവരായി വന്നു, ഒരു ചില്ലിക്കാശ് പോലും കൊണ്ടുവന്നില്ല, ഒന്നുമില്ലാത്തവരായി വന്നു. എന്നാൽ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കപ്പെടുമ്പോൾ അന്നത്തെ ജീവിതം അപേക്ഷിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ പണ്ടത്തെ ജീവിതം അയ്യോ എനിക്കത് അത്ഭുതമാണ്. ദാവീദും പറയും, കാട്ടിലെ വാസം ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ ഇവിടെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ ഇതിന് ഞാൻ യോഗ്യനാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, എന്നെ മറക്കാത്തൊരു ദൈവം കാത്തു അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഒരു വലിയ ഭ്രാന്തിയെ പോലെ അവൾ കരഞ്ഞുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ, ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വയബോധമില്ലാത്തതുപോലെ അവൾ പൊട്ടി കരഞ്ഞ് അവൻ ആടി ഒരു കൂട്ടം ജനത്തിൻ്റെ ഇടയിൽ കൂടെ വരികയാണ്. ആരാണവൾ? അവൾ 2 മരണം കണ്ടവളാണ്. 9-ലെ വിധവ, ഭർത്താവ് മരിച്ചു, ഏറിയ നാൾ കഴിയും മുൻപ് അവളുടെ മകനും മരിച്ചു. 2 മരണം അവളെ തളർത്തി. ഭർത്താവ് മരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, അയ്യോ അവൻ അതെ എൻ്റെ ഭർത്താവോ പോയി, അവൻ ഇനി എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പല വിഷക്കുപ്പികളും പലരും മാറ്റിവെച്ചതിൻ്റെ കാരണം എനിക്ക് 2 തലമുറ നോക്കുമ്പോൾ ചാകാൻ കഴിയുന്നില്ല. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവദാസനെ എൻ്റെ ജീവിതം എനിക്കിങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഓർത്താണ് ഞാൻ ജീവിക്കുന്നത്. ഭർത്താവ് മരിച്ചവളുടെ പ്രത്യാശ കുഞ്ഞിലേക്കാകും. എന്നാൽ ആ കുഞ്ഞ് മരിച്ചു പോയാലോ? ആ കുഞ്ഞും മരിച്ചു, യാത്ര പറഞ്ഞില്ല, അമ്മയോട് ഒരു വാക്ക് പറഞ്ഞില്ല. ഒരു ദിവസം ആ കുഞ്ഞ് മരിച്ചു. ഭ്രാന്തിയെ പോലെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ശവമഞ്ചത്തിൻ്റെ അരികിൽ ഒരു വലിയ ജനാവലിയിൽ കൂടെ അവൾ നടന്നു വരുമ്പോൾ അവൾ പൊട്ടി കരയുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചു. ഇനി തിരിച്ച് ഭർത്താവ് വരത്തില്ല, ഇനി മകൻ വരത്തില്ല, ഇനി എൻ്റെ സമ്പത്തിന് അവകാശി ആരായി മാറും? ഇനി എൻ്റെ പ്രതീക്ഷ ഞാൻ ആരിൽ വയ്ക്കും? ഇനി ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ഇതൊരു വലിയ ചോദ്യമാണ്. എന്തിനു ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? എല്ലാം തകർന്നില്ലേ? സമയം ടൈം കഴിഞ്ഞു പോയെന്നെല്ലാവരും പറയുമ്പോൾ
ഇതാ ഒരു ജീവന്റെ നായകൻ അവൾ കടന്നു വന്ന അതേ പട്ടണവാതിൽക്ക് കൂടെ കടന്നു വരികയാണ്. ജീവനും മരണവും തമ്മിലുള്ളൊരു മൽപ്പിടുത്തം നടക്കുകയാണ്. ആരും അവളോട് കരയണ്ടെന്ന് പറയാതിരിക്കപ്പെടുമ്പോൾ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾ കരഞ്ഞു തന്നെ ആകണം. കാര്യം വലിയ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇവളോട് കരയണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി എന്തോ പ്രയോജനം? പക്ഷേ അവൾ ഭ്രാന്തിയെപ്പോലെ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, നീ കരയണ്ട. നീ യേശു പറയുന്നു, നീ കരയണ്ട. എന്താ കർത്താവേ കരയണ്ട എന്ന് പറഞ്ഞ് ആരും പറയാത്ത വാക്ക് എന്തുകൊണ്ടാണ് നീ പറഞ്ഞ്? സമയം കഴിഞ്ഞില്ലേ? സാധ്യതകൾ തീർന്നു പോയില്ലേ? പിന്നെ എന്തിനാ കരയണ്ടെന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമോ, ആ കുഞ്ഞിനെ കൊണ്ട് കുഴിച്ചിടുന്നതിന് തൊട്ടു മുൻപ് ഒരു ജീവൻ കുഞ്ഞിലേക്ക് വ്യാപരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറഞ്ഞ് അത് കുഴിച്ചു മൂടുന്നതിന് മുൻപ് ഒരു ജീവൻ നൽകാൻ യേശു നടന്നു കയറുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൻ്റെ റൈറ്റ് ടൈമിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കറക്റ്റ് സമയത്ത് എൻ്റെ കാത്തിരിപ്പുകൾ കണ്ണുനീരിൽ മുങ്ങിപ്പോകാതെ എൻ്റെ ദൈവം അത്ഭുതത്തെ ചെയ്യും.